ഹലോ, കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബട്ടക്സിൻ്റെ ഭാഗത്ത് പെയിൻ വരാറുണ്ടോ? അതുപോലെ ബട്ടക്സിൽ നിന്നും തൈയുടെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് ഇറങ്ങാറുണ്ടോ ഈ ഒരു പെയിന്? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സിമ്പിൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിലീഫ് ഉണ്ടായിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻ വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്തായിട്ടൊരു പൈരിഫോംസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. ഈ മസിൽ ടൈറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തുകൂടി പാസ് ചെയ്യുന്ന സൈറ്റിക് നെർവുമായിട്ട് കംപ്രഷൻ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എക്സസൈസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പെയിന് റൈറ്റ് സൈഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആദ്യം കാണിക്കാം. അപ്പോൾ രണ്ട് കാലുകളും ഇങ്ങനെ ബെൻഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് കാല് ലെഫ്റ്റ് സൈഡ് തൈയുടെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം രണ്ട് കൈകളും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് തൈയുടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ കോർത്ത് പിടിക്കുക. അതിനുശേഷം ചെസ്റ്റിലേക്ക് ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ റൈറ്റ് സൈഡ് ഒരു ബട്ടക്സിൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ട് ആ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീലാകാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു 5 to 10 seconds ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ പെയിന് ലെഫ്റ്റ് സൈഡ് ആണ് എങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് കാല് റൈറ്റ് സൈഡ് തൈയുടെ ഭാഗത്തേക്ക് ഇതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം രണ്ട് കൈകളും റൈറ്റ് സൈഡ് തൈയുടെ അടിഭാഗത്തേക്ക് ഇതിങ്ങനെ പിടിക്കുക. ചെസ്റ്റിലേക്ക് ബെൻഡ് ചെയ്ത് പിടിക്കുക, ഹോൾഡ് ചെയ്യുക, 5 to 10 seconds, റിലാക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതൊരു വൺ സൈഡ് നിങ്ങൾക്കൊരു 10 repetition ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.